വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ ഐ ടിയുടെ പ്രാക്ടിക്കലിൽ നമ്മൾ വേർഡ് അതുപോലെ എക്സൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. ഇനി നമ്മൾ പവർ പോയിന്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പവർ പോയിന്റിൽ കുറച്ച് സ്ലൈഡുകൾ നിർമ്മിക്കണം, അതിന് ആനിമേഷൻ കൊടുക്കണം, പിക്ചർ ഇൻസർട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ. ഞാൻ ആ ഒരു ചോദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് അഇദ്ദ അറള ശറായിഹ് അൻ ഖംസത്തി റിവായത്തിൻ ഫിൽ ലുഗത്തിൽ അറബിയ്യ വഅദ്രിജ് ഫി ശറായിഹി സൂറത്തൻ വതബ്ബിഖിൽ ഹറകാത്തി ലിശ്ശറായിഹി വസ്സുവർ. അതായത് അഇദ്ദ തയ്യാറാക്കുക. അറള ശറാഹി എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ തയ്യാറാക്കുക. അൻ ഖംസത്തി റിവായത്തിൻ 5 നോവലുകളുടെ ഫിൽ ലുഗത്തിൽ അറബിയ്യ അറബി ഭാഷയിലുള്ള വഅദ്രിജ് ഫി ശറായിഹ് ആ സ്ലൈഡിൽ നിങ്ങൾ ഇൻസർട്ട് ചെയ്യണം സൂറത്തൻ ഒരു പിക്ചർ. തൊബിക്കിൽ ഹറക്കാത്ത് എന്നിട്ട് അതിൻ്റെ ആനിമേഷൻ ചെയ്യണം. ലിഷറാഹി സ്ലൈഡുകൾക്കുള്ള ആനിമേഷൻ, വസ്വർ പിക്ചറിനുള്ള ആനിമേഷൻ ഒക്കെ ചെയ്യണം. ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഷറാഹി എന്ന് പറയുന്നത് സ്ലൈഡുകളാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അറളു ഷറാഹി എന്ന് പറയുമ്പോൾ സ്ലൈഡ് ഷോ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത്. അതായത് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടിൽ പോവുക. അതിൽ പോയിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് എടുക്കുക. അതിൽ ബ്ലാങ്ക് പ്രസന്റേഷൻ എടുക്കുക. ബ്ലാങ്ക് പ്രസന്റേഷനിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ ഡിസൈനിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ എടുക്കുക. സ്ലൈഡിനുള്ള ഒരു ഡിസൈനാണ് ആ പറയുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഇതൊക്കെ വേണമെങ്കിൽ കളയാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഇൻസർട്ടിൽ പോയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഷേപ്പ് മനസ്സിലുണ്ടെങ്കിൽ ആ ഷേപ്പ് ഇതാ ഇവിടെ എങ്ങനെ കാണിച്ചു കൊടുക്കുക. ഡ്രാഗ് ചെയ്തിട്ട് അതിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിൽ ഇതാ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് കാണാം. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഖദീജ എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. താഹ ഹുസൈൻ്റെ ഖദീജ. അപ്പോൾ ഞാനിവിടെ ഖദീജ എന്ന് അടിച്ചു. എന്നിട്ട് അതിനെ ഹോമിൽ പോയി അതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് നമ്മൾ വലുതാക്കി വേണമെങ്കിൽ ഒന്ന് കളറൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ് ഖദീജ. ഇനി നമുക്ക് ഈ ഖദീജ എന്ന് പറയുന്നതിൻ്റെ ഫോണ്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി ആകർഷകമാക്കി ചെയ്യാം. ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഷേപ്പ് ഫോർമാറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എ എന്നുള്ളൊരു ചിഹ്നം കണ്ടില്ലേ, അതിൽ ഗ്ലോ എന്ന് പറയുന്നതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള രസകരമായിട്ടുള്ള ഫോണ്ടുകളുടെ പിന്നെ ആകൃതിയൊക്കെ മാറ്റാൻ പറ്റും. നമ്മൾ ഖദീജ എന്ന് അടിച്ചു. ഇത് താഹ ഹുസൈൻ്റെ ആണ്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടി വേണം. അതിന് നമ്മൾ കൺട്രോൾ പിടിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൽ തന്നെ താഹ ഹുസൈൻ എന്ന് അടിക്കുക. അതിന് വേറെ ഉണ്ടാക്കണ്ടെന്ന് അർത്ഥം. അപ്പോൾ താഹ ഹുസൈൻ എന്ന് അടിച്ചു. താഹ ഹുസൈൻ എന്ന് അടിച്ചപ്പോൾ രണ്ടും ഒരുപോലെ വന്നില്ല. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോണ്ട് കളറൊക്കെ വേണമെങ്കിലൊക്കെ ഒന്ന് മാറ്റി അതുപോലെ അതിൻ്റെ കളറും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റുക. തൽക്കാലം ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് ഖദീജ എന്ന് പറയുന്ന ഒരു അറബിക് നോവലിൻ്റെ ഒരു സ്ലൈഡ് കൊണ്ടുവന്നു. അത് താഹ ഹുസൈൻ്റെ ആണ്. അതുകൊണ്ട് താഹ ഹുസൈൻ എന്ന് അവിടെ നമ്മൾ അടിച്ചു ചേർത്തു. അത് രണ്ടും നമ്മൾ ഇങ്ങനെ വെച്ചു. ഇതിന് ആനിമേഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിക്ചർ കൊണ്ടുവരണം. ആ പിക്ചർ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നെറ്റിൽ പോകണം. ഇത് മിനിമൈസ് ചെയ്തിട്ടിട്ട് നമ്മൾ പിന്നെ നെറ്റിൽ പോവുക. നെറ്റിൽ പോയിട്ട് താഹ ഹുസൈൻ്റെ ഫോട്ടോ ഇവിടെ കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? താഹ ഹുസൈൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഹ ഹുസൈൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടും. ഈ താഹ ഹുസൈനെ കുറിച്ചുള്ള ഖദീജ എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ കിട്ടും. ആ ഭാഗങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ മതി, നമ്മൾ ടൈപ്പ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അതിനെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ പേസ്റ്റ് എന്ന് പറയുമ്പോൾ 2-3 ഓപ്ഷൻ ഉണ്ട്. പേസ്റ്റിൽ ഈ ക്യാപിറ്റൽ എ കൊടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലെറ്റേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അതിലെ അണ്ടർലൈൻ അതുപോലെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യം ഇല്ല. അപ്പോൾ നമ്മൾ നോവലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തില്ല, പക്ഷേ നെറ്റിൽ നിന്ന് കൊണ്ടുവന്ന് എടുത്തു. അത് ബോൾഡ് ചെയ്തു, വേണം കളർ കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ താഹ ഹുസൈൻ്റെ ഫോട്ടോ ഇതിലേക്ക് കിട്ടണം. ആ ഫോട്ടോ നമുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളത് പറഞ്ഞുതരാം.
ആ ഫോട്ടോ നമുക്ക് നെറ്റിൽ നിന്ന് എടുക്കണം. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഇതാ ഈ ഫോട്ടോ വെക്കാനുള്ള ഒരു സ്ഥലം ഇവിടെ മുകളിലുണ്ട്. ഫോട്ടോ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് ആയിക്കോളൂ. നമ്മൾ മിനിമൈസ് ചെയ്യുക. ഇവിടെ ഫോട്ടോ കിടക്കുന്നുണ്ട്. ആ ഫോട്ടോ നമ്മൾ കോപ്പി എടുക്കുക, അതിൻ്റെ ഇമേജ് എടുക്കുക, എന്നിട്ട് നമ്മുടെ സ്ലൈഡ് എടുക്കുക, അതിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ താഹ ഹുസൈൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ വെക്കണേക്കാൾ നല്ലത് അതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ വെച്ചാൽ കുറച്ചും കൂടി ഒരു ആകർഷണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ താഹ ഹുസൈൻ്റെ ഫോട്ടോ വെച്ചു. ഇപ്പോൾ നമ്മൾ ചോദ്യ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വലുപ്പ വ്യത്യാസങ്ങളൊക്കെ വരുത്താം നമുക്ക്. കാരണം ഈ സ്ലൈഡിൽ ഇത് ഇരിക്കണ്ടേ. അപ്പോൾ കുറച്ച് വലുപ്പ വ്യത്യാസമൊക്കെ വരുത്തി. അപ്പോൾ വേണമെങ്കിൽ ഈ പടം നമുക്ക് കുറച്ചും കൂടി വലുതാക്കാം. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കുള്ളത് ഹർക്കാത്താണ്, അഥവാ അതിൻ്റെ ആനിമേഷൻ. ആനിമേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ആയിക്കോളൂ. ഖദീജ എന്ന് പറയുന്ന ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ആനിമേഷനിൽ പോയിട്ട് നമുക്കിഷ്ടമുള്ള ഒരു ആനിമേഷൻ കൊടുക്കുക. ഇവിടെ വൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ വരും. മനസ്സിലായില്ലേ? ഒരു ആനിമേഷൻ കൊടുത്താൽ മതി. താഹ ഹുസൈൻ എന്നുള്ളതിന് നമുക്ക് അതിനും വേണമെങ്കിൽ വൈപ്പ് ആനിമേഷൻ കൊടുക്കുക. ഇനി ഫോട്ടോയ്ക്ക് നമ്മളൊരു ആനിമേഷൻ കൊടുക്കുക, അത് വൈപ്പ് കൊടുക്കണ്ട. വേറെ നമുക്ക് സൂം ഉണ്ട്, ഫാഡ് ഉണ്ട്, ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഫ്ലൈ ഉണ്ട്, അങ്ങനെ വരും. പിന്നെ ഈ മാറ്റർ ഉണ്ട്. മാറ്ററിന് പിന്നെ ആനിമേഷൻ വേണമെന്നില്ല. അപ്പോൾ കഴിഞ്ഞ സംഭവം. ഇനി ഇതെല്ലാം ശരിയാണോ അല്ലേ എന്നറിയാൻ നമ്മൾ കീബോർഡിൽ F5 എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ ഞാൻ അമർത്തിയിട്ടുണ്ട്. അപ്പോൾ F5 ബട്ടൺ അമർത്തിയിട്ട് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരും. എന്നിട്ട് എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ പഴയതിലേക്ക് പോകും. ഇപ്പോൾ ഒരു സ്ലൈഡ് ഞാൻ ചെയ്തു. ഇനി 5 സ്ലൈഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടി Ctrl+M അടിച്ചാൽ മതി കീബോർഡിൽ. Ctrl+M അടിക്കുമ്പോൾ അടുത്തൊരു സ്ലൈഡ് വരും. പക്ഷേ ഇത് ബ്ലാങ്ക് ആയിരിക്കും മാത്രം. ഈ ബ്ലാങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ഒരു റിവായത്താണ്. അടുത്ത റിവായത്ത് എന്ന് പറയുമ്പോൾ സൈനബ് ഒരു റിവായത്താണ്. അതും അല്ലെങ്കിൽ യത്തി, അതുപോലൊക്കെയുള്ള വേറെ എന്താണ് മഫ്ലൂത്തിയുടെ ഏതെങ്കിലും ഒരു റിവായത്തുകളൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ സൈനബ് തന്നെ നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ആ സ്ലൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോപ്പി എടുക്കുകയൊക്കെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൽ നേരത്തെ ഇൻസർട്ടിൽ പോയിട്ട് നമ്മൾ ഒരു ഷേപ്പ് ഉണ്ടാക്കിയില്ലേ, ആ ഷേപ്പിൽ നമ്മൾ ഒരു ഷേപ്പ് എടുത്തു. ഇനി ഇത് വേറെ ഷേപ്പ് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിക്കാൻ പോവുകയാണ്. അടിക്കുന്നത് എന്താണ്? സൈനബ് എന്നാണ്. സൈനബ് ഒരു നോവലാണ്. സൈനബ് എന്ന് അടിച്ചു. എന്നിട്ട് അതിനെ നമ്മൾ വലുതാക്കുന്നു. സൈനബ്. ഈ സൈനബ് എന്ന് പറയുന്ന നോവല് അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് കിട്ടണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യുക. ഇവിടെ നമ്മൾ പോവുക, ഇവിടെ ബഹസ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താ ബഹസ് ചെയ്യേണ്ടത്? സൈനബ് എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. സൈനബ് റിവായ എന്നടിച്ചു കൊടുത്താൽ കണ്ടോ. അപ്പോൾ സൈനബ് എന്ന് പറയുന്ന റിവായത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ വരും. ഇതാ കണ്ടില്ലേ, ഇവിടെ കിട്ടി. ഇതിനെ നമ്മൾ പേസ്റ്റ് ചെയ്യും, കോപ്പി ചെയ്യുക. ഇവിടുന്ന് കോപ്പി ചെയ്യുക സൈനബ്. ഓക്കെ, അതിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ എ ആണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സൈനബ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടി. പിന്നെ അത് വലുതാക്കുക ചെറുതാക്കുകയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കുക ഒക്കെ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, നല്ല രസമായിട്ട് കിട്ടും. ഇനി ഇതാരാണ് ഈ സൈനബ് എന്ന് പറയുന്ന നോവൽ എഴുതിയത്? അയാളുടെ പടം ഇതുപോലെ നമ്മൾ നെറ്റിൽ പോയിട്ട് എടുക്കുക. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ നെറ്റിൽ പോവുക. അതിൽ സൈനബിൻ്റെ ആരാണ് ആ നോവൽ എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കുക, ഇതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സൈനബ് എന്നുള്ളതിന് ആനിമേഷൻ കൊടുക്കുക. ആനിമേഷനിൽ പോവുക. നല്ലൊരു ആനിമേഷൻ നമ്മൾ മുമ്പ് കൊടുക്കാത്തത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുക. ഇവിടെ മോർ എൻട്രൻസ് ഇഫക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഇതൊരു ആനിമേഷനാണ്. സ്ട്രിപ്സ് ഒരു ആനിമേഷനാണ്. സ്പ്ലിറ്റ് ആനിമേഷനാണ്. ഇതൊക്കെ വെഡ്ജ് നല്ലൊരു ആനിമേഷനാണ്. വെഡ്ജ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം.
ഇങ്ങനെയാണ് ഇത് ചെയ്യുക. എന്നിട്ട് F5 അമർത്തുക. അപ്പോൾ നമ്മൾ ചെയ്തത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതാണ്, ഇത് രണ്ടാമത് ചെയ്ത സൈനബിൻ്റെതാണ്. എസ്കേപ്പ് അടിക്കുക, വീണ്ടും പഴയത്, എന്നിട്ട് Ctrl+M അടിക്കുക. അപ്പോൾ അടുത്ത സ്ലൈഡ് വരും. അങ്ങനെ 5 സ്ലൈഡാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്തിരി സ്പീഡ് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അടുത്തൊരു സ്ലൈഡിൽ ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ.